ഇത് വീട്ടിലും നമുക്ക് സാധിക്കണം, നമ്മുടെ ജീവിതത്തിൽ സാധിക്കണം, എന്നും എവിടെയും ഇത് സാധിക്കണം. തുടക്കത്തിലൊക്കെ കൃഷ്ണനെ നമ്മൾ ക്ഷേത്രത്തിനകത്ത് കണ്ട് പിന്നെ നമ്മൾ കൂടെ 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 കൊണ്ടു നടന്ന് അവസാനം നമ്മളും കൃഷ്ണനും ഒന്നായി ചേർന്ന് അലിയുന്ന ഒരു ലോകത്തിലേക്ക് എത്തണം. വേണ്ടേ? ദശമസ്കന്ധത്തിൽ ധന്യമായ അവതാര കഥാവിശേഷമാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ കൃഷ്ണാവതാരം. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗുരുവായൂരപ്പൻ ഭാരതത്തിൽ അവതരിച്ച അവതാരങ്ങളിൽ സമ്പൂർണ്ണ അവതാരമാണ്. ഭഗവാൻ കൃഷ്ണന്റെ അവതാരത്തിൻ്റെ ഒരു മഹിമ എന്ന് പറയുന്നത്, ജനിച്ച നിമിഷം മുതൽ ശരീരം ഉപേക്ഷിക്കുന്ന നിമിഷം വരെ ഒരിക്കലും ജീവിതത്തിൽ കൃഷ്ണൻ കരഞ്ഞിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. 1-2 സന്ദർഭങ്ങളിലൊക്കെ കൃഷ്ണന്റെ കണ്ണിലും കണ്ണുനീര് വന്നിട്ടുണ്ട്. ഒന്ന് തൻ്റെ പ്രിയങ്കരനായ കർണൻ വീണ് കിടക്കുമ്പോൾ ആ കണ്ണിൽ കണ്ണുനീര് വരുന്നുണ്ട്. പിന്നീട് തൻ്റെ പ്രിയങ്കരനായ സുധാമാവിനെ ആലിംഗനം ചെയ്യുമ്പോൾ കൃഷ്ണന്റെ കണ്ണിൽ കണ്ണുനീര് വരുന്നുണ്ട്. അതൊരു ആനന്ദത്തിൻ്റെ കണ്ണീരായിരുന്നു, മറ്റതൊരു കാരുണ്യത്തിൻ്റെ കണ്ണീരായിരുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഈ ലോകത്തിന് അറിവിൻ്റെയും അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ മഹത്വത്തിൻ്റെയും വെളിച്ചം പകർന്ന അവതാരമൂർത്തിയാണ്. കൃഷ്ണന്റെ കോൺട്രിബ്യൂഷൻ എന്താണ് ലോകത്തിൽ? പലരും വിചാരിക്കുന്ന കേവലം ഒരു പുല്ലാങ്കുഴൽ വായിച്ചു, രാധയുടെ കൂടെ ഡാൻസ് കളിച്ചു എന്നതാണോ കൃഷ്ണൻ ചെയ്ത ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ? ഞാൻ പറയാ, ഭഗവാൻ നമുക്ക് തന്നിരിക്കുന്നത്, നിങ്ങളിൽ ആത്മാർത്ഥമായ അർപ്പണത്തോടുകൂടിയുള്ള ഭക്തി ഉണ്ടെങ്കിൽ നിങ്ങൾ ശക്തിയിലേക്ക് ഉയരും. ശക്തിയുള്ള നിങ്ങൾ ഒരിക്കലും ജീവിതത്തിൽ തളരുകയില്ല, തകരുകയില്ല. ആത്മാർത്ഥതയും അർപ്പണവും, ആ സിൻസിയറിറ്റി ആൻഡ് ഡെഡിക്കേഷൻ, അത് നമ്മുടെ ഉള്ളിൽ എത്രയുണ്ടോ അതാണ് നമുക്ക് മനസ്സിലാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ട്. ചടങ്ങ് പോലെ ചെയ്യുമ്പോൾ അത് ഭക്തിയാണെന്ന് തെറ്റിദ്ധരിക്കും. ഭഗവാൻ അതല്ല പഠിപ്പിക്കുന്നത്. നിങ്ങൾ കംപ്ലീറ്റ്ലി ഒരു നിമിഷം, ആ അനന്യഭക്തി എന്നൊരു വാക്ക് വേറെ എവിടെയും ഞാൻ കണ്ടിട്ടില്ല. ഭഗവാൻ തന്നെ ആവർത്തിക്കുന്ന ഒരു പ്രയോഗമാണ് അനന്യ അനന്യ. യോമാം അനന്യഭക്തിയോടെ, യോമാം അനന്യ ചിന്തയം തോമാം എന്ന് നിങ്ങൾക്കറിയാം. ഭക്തിയാമാം അഭിജാനാദി എന്ന് ഗീതയിൽ ആവർത്തിക്കുന്നുണ്ട്. അനന്യമായൊരു ഭക്തി എന്ന്. എന്താ ഈ അനന്യം എന്ന് പറഞ്ഞാൽ? അന്യചിന്ത കടന്നു വരാൻ അനുവദിക്കാതെ നാമത്തിൽ അത്രയും അർപ്പണവും അതുപോലെ ആത്മാർത്ഥതയും കൊണ്ടുവരിക. ഈ ഒരു ഭക്തിയുള്ള ഭക്തൻ എന്നും ഭഗവാനോട് ചേർന്നിരിക്കുന്ന ഭക്തനാണ്. പലപ്പോഴും നമുക്ക് ഇത്രയൊക്കെ ഗുരുവായൂരമ്പലത്തിലൊക്കെ വരുന്നുണ്ട്, നാമം ജപിക്കുന്നതിൽ എത്ര പേർക്ക് തോന്നിയിട്ടുണ്ട് നിങ്ങൾ ഗുരുവായൂരപ്പനോട് ചേർന്ന് ഒട്ടിയിരിക്കുന്നവരാണെന്ന്? ഭഗവാനോട് അങ്ങനെ അലിഞ്ഞിരിക്കുന്നവരാണ് എത്ര പേർക്ക് തോന്നിയിട്ടുണ്ട്? അത് വരണമെന്നുണ്ടെങ്കിൽ അനന്യഭക്തി വരണം. അന്യഭക്തി വരുമ്പോൾ നമുക്ക് ഗുരുവായൂരപ്പൻ എപ്പോഴും നമ്മുടെ മുന്നിൽ എവിടെയോ, ശ്രീകോവിലിനകത്ത് എവിടെയോ ആണ്. മനസ്സിലായില്ലേ? അനന്യഭക്തി വരുമ്പോൾ ഭഗവാൻ കൂടെ ഹൃദയത്തിൽ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ശക്തിയാണ്. ഇത് നമുക്ക് കാണിച്ചു തന്ന അവതാരമൂർത്തിയാണ് ഭഗവാൻ കൃഷ്ണൻ. കൃഷ്ണൻ പറയും, ജീവിതത്തിൽ ഒരിക്കലും കരയരുത്, തളരരുത്, പരാതിക്കാരാവരുത്. ഇതൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ഉയർത്തിക്കൊണ്ടേയിരിക്കുക, ഉണർന്നുകൊണ്ടേയിരിക്കുക, കൂടുതൽ കൂടുതൽ സമയം അതിനു വേണ്ടി ചെലവഴിക്കുക. നിങ്ങൾ ഈ വിഷമങ്ങളും മറ്റും പറയാൻ കാണുന്ന സമയം ഏതിന് ചെലവഴിച്ചാൽ മതി? സ്വൽപ്പമപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോഭയാൽ. ഒരു 10 മിനിറ്റെങ്കിലും ആത്മാർത്ഥതയോടെ മനസ്സർപ്പിച്ചുകൊണ്ട് നാമം ജപിക്കാൻ നമുക്ക് സമയം കണ്ടെത്താൻ പറ്റുകയാണെങ്കിൽ എന്ത് പരാതിയാണ് പറയാനുള്ളത്? എന്ത് വിഷമം പറയാനുള്ളത്? ഒന്നുമില്ല. കാരണം പലരും പറയാറുണ്ട്, ഒരുപാട് വിഷമങ്ങളൊക്കെ ആയിട്ട് ഗുരുവായൂരമ്പലത്തിൽ വരും, പക്ഷെ ശ്രീകോവിലിന്റെ മുന്നത്തും എല്ലാം മറന്നു പോകുന്നു. പിന്നെ പുറത്തു വരും, എന്തോ ഞാൻ പറയാൻ വന്നത് എന്നുള്ളത്. ചില ആൾക്കാരില്ലേ, വെപ്രാളത്തിൽ കടയിൽ പോകും സാധനം മേടിക്കാൻ, മേടിക്കേണ്ട ഒന്നും മേടിച്ചിട്ടുണ്ടാവില്ല.
പിന്നെ വീട്ടിലെത്തിയിട്ട് ഓർമ്മ വരും, അയ്യോ ഞാൻ എന്തോ മേടിക്കാൻ പോയത് എന്നുള്ള ഓർമ്മ ഉണ്ടാവില്ല. എന്നാൽ അമ്പലത്തിൽ വരുമ്പോൾ അങ്ങനെയല്ല, ആ എവിടെയോ ഒരു മനസ്സങ്ങോട്ട് കൈവിട്ടു പോയി, മനസ്സ് കയ്യിൽ നിന്ന് പോയതുപോലെ കുറച്ചു നേരത്തേക്ക് മനസ്സ് തൻ്റെ കൂടെ ഇല്ല, ഏതോ ഒരു അവസ്ഥ. ഇന്നലെ ഒരു അമ്മ വന്നിട്ട് എന്നോട് പറയുകയാണ്, എനിക്കൊരു കീർത്തനം കൊണ്ടു തന്നു. അമ്മയാണ്, വേറൊരു അമ്മയാണ്. ആ അമ്മയുടെ വരികൾ ഇങ്ങനെയാണ്. എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഒരു വരി ഞാൻ എഴുതി സ്വാമി. എന്താണ്? കണ്ണനെ കാണുമ്പോൾ കരയാതെ എനിക്ക് തൊഴാൻ സാധിച്ചിട്ടില്ലേ കണ്ണ, അതെൻ്റെ ദുഃഖത്തിൻ്റെ കണ്ണല്ല, കണ്ണുനീരല്ല, ആനന്ദത്തിൻ്റെ കണ്ണുനീരാണ്. അതെന്തേ കണ്ണ എനിക്ക് കരയാതെ കണ്ണനെ കാണാൻ ഇതുവരെ പറ്റാത്തതെന്ന്. ഞാൻ ചോദിച്ചു, ഇതെങ്ങനെ വെറുതെ എഴുതിയത്? അല്ല, എൻ്റെ അനുഭവമാണ് സ്വാമി. മനസ്സിലായില്ലേ? എറണാകുളം GDA ചെയർമാൻ്റെ പത്നിയാണ്, അന്നേരം വൈകുന്നേരം അവിടെ ഉണ്ടായിരുന്നു. അവർ എഴുതിയ വരികളാണത്. അപ്പോൾ ഒരു നിമിഷം അവരുടെ ഉള്ളിൽ ആ കൃഷ്ണൻ എന്ന് പറയുന്നത് മനസ്സങ്ങനെ അലിഞ്ഞ് ഒരു നിമിഷം അവരില്ലാതെ തീരുക. ഇത് വീട്ടിലും നമുക്ക് സാധിക്കണം, നമ്മുടെ ജീവിതത്തിൽ സാധിക്കണം, എന്നും എവിടെയും ഇത് സാധിക്കണം. തുടക്കത്തിലൊക്കെ കൃഷ്ണനെ നമ്മൾ ക്ഷേത്രത്തിനകത്ത് കണ്ട് പിന്നെ നമ്മൾ കൂടെ 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 കൊണ്ടു നടന്ന് അവസാനം നമ്മളും കൃഷ്ണനും ഒന്നായി ചേർന്ന് അലിയുന്ന ഒരു ലോകത്തിലേക്ക് എത്തണം. വേണ്ടയോ? അതിലേക്ക് എത്താനാണ് കൃഷ്ണന്റെ അവതാരം നാം കേൾക്കുന്നത്. കൃഷ്ണാവതാരം ഏറെ ദുഃഖങ്ങളിലൂടെ ദുരിതങ്ങളിലൂടെ കടന്നുപോയതാണ് ദേവകീ ദേവിയും മറ്റും. നിങ്ങൾ നോക്കൂ, ഒരു അവതാരത്തിന്, മഹത്തായൊരു അവതാരത്തിന്, ലോകം പൂജിക്കുന്ന അവതാരത്തിന് ജന്മം കൊടുക്കാൻ ദേവകി അനുഭവിച്ച ദുരിതങ്ങൾ എത്ര! അപ്പോൾ ഒരു നല്ല കാര്യം കിട്ടണമെങ്കിൽ അതിന് കുറെ കഷ്ടപ്പാടുകളും ഉണ്ട്, എളുപ്പമല്ല. പക്ഷെ ആർക്കും അങ്ങനെ കഷ്ടപ്പെടാൻ താല്പര്യമില്ല. എനിക്ക് തോന്നുന്നു പല മക്കളും ശ്രേഷ്ഠന്മാരായത് പണ്ടത്തെ അമ്മയുടെ കഷ്ടപ്പാടുകളാണ്. രാവിലെ എണീറ്റും കഷ്ടപ്പെട്ടും മക്കൾക്ക് വേണ്ടി ആണോ അവരെ ക്ഷേത്രങ്ങളിൽ കൊണ്ടുപോയും അവരെ പല നല്ല കാര്യങ്ങൾ ചെയ്തു. ഇന്നത്തെ പെൺകുട്ടികൾ എത്ര സുഖിയന്മാരായോ, കഴിക്കുന്നതും സുഖീനാണ്, എത്ര സുഖിയന്മാരായി ജീവിക്കുന്നുണ്ടോ, ആ കുട്ടികൾ അതിലേറെ കഴിവുകെട്ടവരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പണ്ടത്തെ അമ്മമാരത്രയും തപസ്സികളായിരുന്നത് കൊണ്ട്, കഷ്ടപ്പാടുന്നതുകൊണ്ട് മക്കളും അത്ര ശ്രേഷ്ഠന്മാരായിട്ട് മാറിയിട്ടുണ്ട്. ആണോ? ഞാൻ പറയുന്നത് ശരിയാണോ? ഇന്ന് ആ ഒരു തപസ് നമ്മുടെ പെൺകുട്ടികളിൽ ഉണ്ടോ? ഇന്ന് അവർ കഷ്ടപ്പെടാൻ തയ്യാറില്ല. ആ ദേവകീ ദേവിയൊക്കെ നോക്കൂ നിങ്ങൾ. ആ 6 കുട്ടികൾ കംസന്റെ കൈ കൊണ്ട് മരണപ്പെട്ടു. 7ാമത്തെ ഒരു കുട്ടി നഷ്ടപ്പെട്ടതുപോലെ അല്ലേ? അങ്ങനെയൊക്കെ കഴിഞ്ഞ 8ാമത്തെ ഒരു കുട്ടിയെ കിട്ടുക, പലരും പറയും വേണ്ടാന്ന് പറയും, ഇത്രയും യാതനകൾ വയ്യാന്ന്. പക്ഷെ അതിലൂടെയൊക്കെ ഒരു അമ്മയെ കടത്തി കൊണ്ടുപോയി നോക്കൂ നിങ്ങൾ കൃഷ്ണൻ അവതരിച്ചത്. ഇനി വേറൊരു വശത്തോ, യശോദാദേവിയുടെ പുത്രനായ കൃഷ്ണൻ 14 കൊല്ലം ജീവിച്ച്. ഒരമ്മയുടെ ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം 10-14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ ജീവിതമാണ്. അത് കഴിഞ്ഞാൽ കുട്ടികൾ സ്വന്തം കാലിലേക്ക് അങ്ങോട്ട് വളർന്നു. ആണോ? കൃഷ്ണൻ പിന്നെ അമ്മയിൽ നിന്ന് വിട്ടുപോകുന്ന കൃഷ്ണൻ, ഭാഗവതത്തിൽ പറയുന്നത് കൃഷ്ണൻ പിന്നെ വൃന്ദാവനത്തിലേക്ക് വന്നിട്ടില്ല എന്നാണ്. അപ്പൊ ആ ഒരു അമ്മയുടെ ഒരു വേദന എത്രയുണ്ടാവണോ? എത്രമാത്രം സ്നേഹിച്ച് വളർത്തിയ കൃഷ്ണനിൽ നിന്ന് വേർപെട്ട് നിൽക്കാനുള്ള. അപ്പൊ ഇവരൊക്കെ കടുത്ത വേദനകളിലൂടെ കടന്നു പോകുമ്പോഴും ആ വേദനയിൽ തളരാതിരിക്കാൻ കൃഷ്ണൻ അവർക്ക് കൊടുത്തൊരു മരുന്നെന്ന് വെച്ചാൽ, എപ്പോഴും പറയും, എന്നെ നിങ്ങൾ പുറത്തല്ല കാണേണ്ടത്, ദൃഷ്ടത കൃഷ്ണം, എന്നെ കാണേണ്ടത് ഹൃദയത്തിൽ എന്നെ കാണണം. അങ്ങനെ എൻ്റെ നിങ്ങളുടെ മനസ്സ് എനിക്ക് അർപ്പിക്കണം എന്നാണ്. കൃഷ്ണാവതാരം നമ്മൾ ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കൃഷ്ണനെ നമ്മൾ എവിടേക്ക് കൊണ്ടുവരണം? നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടുവന്ന് ഇന്ന് അവിടെ നമ്മൾ അവതരിപ്പിക്കണം. കൃഷ്ണനെ നമ്മുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കണം. ഇനി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒറ്റയ്ക്കല്ല, എപ്പോഴും അറിയാതെയെങ്കിലും നമ്മൾ അറിയാതെ കൃഷ്ണ എന്ന് വിളിച്ചു പോകണം. മനസ്സിലായില്ലേ? അന്തേ നാരായണ സ്മൃതി എന്ന് പറയുന്ന പോലെ ഇത് നമ്മളിങ്ങനെ ശീലിച്ചു കൊണ്ടുപോകണം. ഒന്ന് കണ്ണടയ്ക്കുമ്പോൾ കണ്ണനെ നമുക്ക് കാണാൻ സാധിക്കുക. ഒരു ദുഃഖങ്ങളും പറയാൻ തോന്നരുതേ കൃഷ്ണ, അതിനു പകരം നാമങ്ങൾ അനസ്യൂതം ഒഴുകട്ടെ കൃഷ്ണ
എൻ്റെ ജീവിതം നാമത്തിലൂടെ അങ്ങേക്ക് അർപ്പിക്കാൻ സാധിക്കട്ടെ കൃഷ്ണ എന്നൊക്കെ നമ്മുടെ ഉള്ളിൽ ആ ഭക്തിയുടെ ഭാവം ഉണർന്നു വരണം. നമുക്ക് ആ കൃഷ്ണാവതാരത്തിലേക്ക് കടക്കാം. ഭഗവാൻ കൃഷ്ണൻ അവതരിക്കുന്നത് ഉത്തർപ്രദേശിലെ മഥുര എന്ന് പറയുന്ന സ്ഥലത്താണ്. അന്നവിടെ രാജ്യം ഭരിച്ചിരുന്നത് ഉഗ്രസേനൻ എന്നൊരു രാജാവായിരുന്നു. ഉഗ്രസേനന്റെ പുത്രനായിരുന്നു ഉഗ്ര ദേഷ്യമുള്ള, ഉഗ്ര ദുഷ്ട സ്വഭാവമുള്ള, പേര് പോലെ തന്നെയാണ് കംസൻ. അങ്ങനെ ഒരു വലിയ ദുഷ്ടത്തരം, കുട്ടികളെ ദ്രോഹിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്ന അങ്ങനെയുള്ള ആ കംസൻ ഒരു വശത്ത്, വേറൊരു വശത്ത് ഉഗ്രസേനന്റെ സഹോദരനായിരുന്നു ദേവകൻ. ദേവകന്റെ മകളായിരുന്നു രോഹിണീ ദേവിയും ദേവകീ ദേവിയും. ഈ കുട്ടികളൊക്കെ വളർന്നു വരുന്നു. രോഹിണീ ദേവി വളർന്ന് പ്രായമായപ്പോൾ ആർക്ക് കല്യാണം കഴിച്ചു കൊടുക്കണം എന്ന ചിന്ത വന്നപ്പോൾ ശൂരസേനൻ എന്ന് പറയുന്ന യാദവ വംശത്തിലെ വസുദേവർക്ക് കല്യാണം കഴിച്ചു കൊടുക്കുക. കല്യാണമൊക്കെ കഴിഞ്ഞു, എല്ലാം മംഗളമായി പോയി. കാലം മുന്നോട്ട് പോയി. ദേവകീ ദേവിയും പ്രായമായി. ആർക്ക് കല്യാണം കഴിച്ചു കൊടുക്കണം എന്ന് ചിന്തിച്ചപ്പോൾ വസുദേവര് നല്ലൊരു വ്യക്തിയല്ലേ, വസുദേവർക്ക് കൊടുക്കാം. നോക്കൂ നിങ്ങൾ, അന്നൊക്കെ ഹോൾസെയിൽ കല്യാണമാണ്. ഒരാൾക്ക് തന്നെ 2, 3 ഒക്കെ കല്യാണം കഴിച്ചു കൊടുക്കുന്ന ഒരു കാലമായിരുന്നു. അങ്ങനെ ദേവകീ ദേവിയുടെ കല്യാണം അതിഗംഭീരമായിട്ട് വസുദേവരുമായിട്ട് നടന്നു. അത് കഴിഞ്ഞ് വധൂവരന്മാരെ വരന്റെ വീട്ടിൽ കൊണ്ടുപോകുന്ന ചടങ്ങ്, അതിന് അവരെ രഥത്തിലിരുത്തിയപ്പോൾ കൊട്ടും വാദ്യവും ഘോഷയാത്രയിട്ട് അങ്ങനെ പോകുമ്പോൾ ആ സമയത്ത് കംസൻ എന്ന ദുഷ്ടനൊരു തോന്നൽ, ഇനി ഇവിടെ കല്യാണമല്ലല്ലോ, ഞാൻ തന്നെ അങ്ങോട്ട് രഥം ഓടിക്കാന്ന്. ദാരുകൻ വണ്ടി ഓടിക്കുന്നവനോട് പറഞ്ഞു, എടോ സാരി മാറിക്കോന്നു, ഞാൻ ഓടിച്ചോളാം. കംസൻ കടിഞ്ഞാണെടുത്ത് വണ്ടി മുന്നോട്ട് പോകുന്നു. പെട്ടെന്നൊരു അശരീരി, ആകാശവാണി തൃശൂർ, ഒരു പ്രക്ഷേപണം. ഹേ മന്ദ, ഇവളുടെ 8ാമത്തെ ഗർഭം ഹന്തേതി 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 എന്നൊരു അശരീരി കംസന്റെ തലയിൽ ഇടുത്തി വീഴുന്ന പോലെ ഒരു വലിയ സ്ഫോടനം പോലെ പൊട്ടി. തൻ്റെ മരണം ഇവളുടെ 8ാമത്തെ കുട്ടിയിലൂടെ. ഇത് കേട്ടതും കംസന്റെ രൂപഭാവങ്ങളൊക്കെ മാറി. ആ ഉള്ളിലുള്ള ദുഷ്ടത്തരവും ക്രോധവും അങ്ങോട്ട് പുറത്തേക്ക് വന്ന് ദേവകീദേവിയുടെ മുട്ടിയൊക്കെ ചുറ്റി വഴിച്ച് താഴോട്ടൊറ്റയേറ്, വാളുറയിൽ നിന്ന് വലിച്ചൂരി താഴേക്ക് ചാടി. ഏത് നിമിഷവും വെട്ടും. കംസന്റെ ഉള്ളിൽ കടന്നുപോയത്, ഇവളുടെ 8ാമത്തെ ഗർഭം എന്നെ കൊല്ലും, ഇവള് തന്നെ ജീവിച്ചാലേ 8 വരുള്ളൂ. ആ ഒരു ദുഷ്ടത്തരം കംസനിൽ നിന്ന് വന്നപ്പോ വസുദേവർ തടുത്തു. അരുത്, സ്ത്രീകളെ കൊല്ലരുത്, ബ്രഹ്മഹത്യാ പാപം. ഈ പാപം നിനക്ക് 7 ജന്മം മലമൂത്രങ്ങളിലൊക്കെ കൃമികളായി ജനിക്കേണ്ടി വരും. അരുതരുത് അരുതരുത് എന്നൊക്കെ പറഞ്ഞു. ഒന്നും ഏറ്റില്ല. വസുദേവരാണെങ്കിൽ നല്ല ബുദ്ധിയുള്ള ഒരാളായിരുന്നു, ഗുരുവായൂരുകാരനായിരിക്കണം. പെട്ടെന്ന് ബോധം വന്നു. പ്രത്യേകിച്ച് ചിലർക്കുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ പെട്ടെന്നായിരിക്കും ഫ്ലാഷ് അടിയുന്നത്. പറഞ്ഞു, ഇവള് കൊല്ലുന്ന അശരീരിയില്ലല്ലോ, 8ാമത്തെ കുട്ടി കൊല്ലുന്നല്ലേ, പ്രസവിച്ച ഉടനെ കാഴ്ചവെച്ചോളാം. ഈ കുട്ടിയെ, ദേവിയെ കൊല്ലരുത്. സത്യമാണോ? കുട്ടിയെ എനിക്ക് കാഴ്ചവെക്കോ? വെക്കും. എന്നാ കൊണ്ടുപോയിക്കോ. പിന്നെ രഥത്തിലൊന്നും ഇരുത്തിയില്ല, നടന്നുപോയി. കാലം മുന്നോട്ട് പോയി. ആരെങ്കിലും പ്രസവിക്കുമോ? ആരെങ്കിലും പ്രസവിക്കുമോ കൊല്ലാനായിട്ട് ഒരു കുട്ടിയെ കൊടുക്കാൻ? ദേവകി ദേവി പ്രസവിച്ചു. കംസന്റെ അടുത്ത് കുട്ടിയെ കൊണ്ടുപോയി കിടത്തി. കംസൻ പറഞ്ഞു, വസുദേവ, നിന്റെ സത്യസന്ധതയെ ഞാൻ ആദരിക്കുന്നു, നീ പറഞ്ഞ വാക്ക് പാലിച്ചവനാണ്. എന്നിട്ട് പറഞ്ഞു, ഇതിനെയൊക്കെ വളർത്തിക്കോ, കുഴപ്പമില്ല, എനിക്ക് ഏതേ വേണ്ടു, ആ 8ാമത്തതിനെ എനിക്ക് തരണം. കംസന്റെ കണക്കൂട്ടലതായിരുന്നു, 8നെ തട്ടിയാൽ കഴിഞ്ഞില്ല എല്ലാം. അങ്ങനെ 2ആയി, 3ആയി, 4ആയി. അന്നൊക്കെ അങ്ങനെയാണ്. എല്ലാ വർഷവും ഓരോരുത്തർ വരും. 5ആയി, 6ആയി. എന്ത് 6ആയി? സമയത്തിന്റെ കാര്യമില്ല പറയണത്, പ്രസവം. അങ്ങനെ 6 കുട്ടികൾക്ക് ദേവകീ ദേവി ജന്മം കൊടുത്തു. 6 കുട്ടികളായപ്പോൾ ആ പാവം മുലപ്പാലൊക്കെ കുടിക്കുന്ന കുട്ടി, അതൊക്കെ ഇങ്ങനെ വളർന്നു വരുമ്പോഴാണ് കംസന്റെ കൊട്ടാരത്തിൽ നാരായണ നാരായണ
പറയണ്ടല്ലോ ആളെ. പെട്ടെന്ന് എല്ലാവർക്കും ശബ്ദം കേൾക്കുമ്പോൾ പരിചയം ഉണ്ടാവുന്ന ഒരാളാണ്. നാരദ മഹർഷിയെ കംസൻ സ്വീകരിച്ചു. എന്താ മഹർഷി, ത്രിലോകത്തിലൊക്കെ എന്താ പറയണത് എന്ന് പറഞ്ഞപ്പോ, ത്രിലോകമൊക്കെ അവിടെ നിൽക്കട്ടെ, നീ ഒന്ന് ഞെട്ടി എന്നൊക്കെ ഞാൻ കേട്ടുമല്ലോ. അതിൽ കാര്യമൊന്നുമില്ല. ആ ദേവകീ ദേവിയുടെ 8ാമത്തെ കുട്ടി എന്നെ കൊല്ലുന്നൊരു അശരീരി. അതൊന്നും നാരദരെ എനിക്ക് പേടിയില്ല. കാരണം പ്രസവിച്ചുടനെ വസുദേവരെ ഇവിടെ കൊണ്ടുവരും. അപ്പൊ ഞാൻ അതിനെ തട്ടും. പിന്നെ എന്തിനാ ഞാൻ പേടിക്കണത്? നാരദര് പറഞ്ഞു, വെറുതെ അല്ല നിനക്ക് കംസൻ എന്നൊരു പേര് തന്ന്, നീ ഒരു പൊട്ടനാണ്. എടോ, ഈ 8ാമത്തെ കുട്ടി എന്നൊക്കെ പറഞ്ഞാൽ 8 എന്ന് പറയണത് നീ വിചാരിക്കണ്ടോ 1, 2, 3 ഇങ്ങനെ 8ാമത്തെ എണ്ണമാണെന്ന്? എടോ, 8ാമത്തെ മാസം പ്രസവിച്ചതും 8ആയിക്കൂടെ? 8ാമത്തെ നക്ഷത്രത്തിൽ ജനിച്ചത് 8ആയിക്കൂടെ? കുറച്ചൊക്കെ കൺഫ്യൂഷനാക്കി കംസനെ. കംസൻ മൊത്തത്തിൽ ഒരു ധാരണ ആയിരുന്നു 8 എന്നുള്ളത്. ഇതിൽ ഏതാ 8 എന്നുള്ള ഒരു പിടിയില്ല. പോയി ചോദിക്കാൻ പറ്റും ഇതിന് ഏത് മാസാ പ്രസവിച്ചതെന്നൊക്കെ. കംസൻ ഒരു പിടിയില്ല എങ്ങനെയാണ് 8 എന്നത് എടുക്കേണ്ടതെന്ന്. പിന്നെ ആലോചിച്ചില്ല, വാളും കൊണ്ടൊരൊറ്റ ഓട്ടാണ്. നേരെ ചെന്ന് 6 കുട്ടികളെ വെട്ടിയും അടിച്ചും കൊന്നു. അങ്ങനെ കംസൻ കുട്ടികളെ പീഡനം ചെയ്യുന്ന ആദ്യത്തെ ക്രൂരനായി. 6 കുട്ടികളും മരിച്ചു വീണു. ആ രക്തപ്രളയം പുഴ കണ്ട് കരഞ്ഞ് പൊട്ടിത്തകർന്ന് ദേവകീദേവിയുടെ അവസ്ഥ നോക്കൂ നിങ്ങൾ. ഒരമ്മയ്ക്ക് ആദ്യം രഥത്തിലിരുന്ന് അനുഭവിച്ചു, ഇപ്പോഴതാ ഇങ്ങനൊരു അനുഭവം. എന്നിട്ട് കാരാഗ്രഹത്തിൽ കൊണ്ടുപോയിട്ടു. നല്ല കാലം ഒരു കാര്യം ചെയ്തത്, വസുദേവരെയും ദേവകിയും ഒരു മുറിയിലാണ് കടത്തിയത്. അല്ലെങ്കിൽ പിന്നെ 8 വരില്ല പ്രശ്നം ഉണ്ടാവില്ല. അങ്ങനെ 2 പേരെയും കാരാഗ്രഹത്തിൽ കൊണ്ടുപോയിട്ട്, ഇതിനിടയ്ക്ക് തൻ്റെ ആദ്യ പത്നിയായ രോഹിണീ ദേവിയോട് വസുദേവർ പറഞ്ഞു, വേഗം പോയിക്കോളൂ, ഗോകുലത്തിലെ നന്ദഗോപഗൃഹത്തിൽ അഭയം പ്രാപിക്കൂ, ദേവി ഇവിടെ നിൽക്കണ്ട. അങ്ങനെ രോഹിണീ ദേവിയെ പറഞ്ഞയച്ചു. കാരാഗ്രഹത്തിൽ പാറാവുകാരെ വെച്ചിട്ടുണ്ട്. 7 കുട്ടികൾ മരിച്ച ആ രംഗം, രക്തം, ഇതൊന്നും ദേവകിയുടെ മനസ്സിൽ നിന്ന് മാറ്റുവാൻ അത്ര എളുപ്പമാണോ? നാമം ജപിപ്പിച്ചും പലതും പറഞ്ഞു കൊടുത്തും ആ മനസ്സിനെ എങ്ങനെ പാകപ്പെടുത്തി 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 വസുദേവർ അത്രയും ആ മനസ്സിനെ അങ്ങനെ പരിശീലിപ്പിച്ചെടുത്ത്, ദേവി ഇതൊക്കെ മറക്കൂ, ഒന്നും എല്ലാവരും അറിഞ്ഞുകൊണ്ടല്ലല്ലോ, അതിനും വലിയൊരു അത്ഭുതം ദേവിക്ക് കിട്ടുകയല്ലേ, ഭഗവാനാകുന്നൊരു നിധി കിട്ടുകയല്ലേ. ഒരു വലിയ നിധി കിട്ടണമെങ്കിൽ കുറച്ചൊക്കെ കഷ്ടപ്പെടണ്ടേ? ഒരു ഭൂമിക്കടിയുള്ള നിധി എടുക്കണമെങ്കിൽ മണ്ണും കല്ലൊക്കെ വാരിയെടുക്കണ്ടേ? കുറച്ചൊക്കെ കഷ്ടപ്പാടുണ്ടാവുമായിരിക്കും, ദേവി വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് പല രീതിയിൽ പറഞ്ഞ് 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 ഒരുവിധം മനസ്സിനെ പാകപ്പെടുത്തി 7ാമത് ഗർഭം ധരിച്ചു. ആ ഗർഭം വളർന്നു വരുമ്പോൾ കംസൻ പാറാവുകാരോട് പറഞ്ഞിട്ടുണ്ട്, വയറിന് വല്ല മാറ്റവും വന്നാൽ എന്നെ അറിയിക്കണമെന്ന്. പാറാവുകാർ ഡെയിലി വയറാ നോക്കുന്നത്, മാറ്റമുണ്ടോ 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 മാറ്റമുണ്ടോ. അപ്പോഴാണ് വയറങ്ങനെ വളർന്ന് വളർന്ന് വളർന്നു വരുന്നത്. കംസനെ വിവരറിയിച്ചു, ഇവള് ഗർഭിണിയാണ്. കംസനത കാരാഗ്രഹത്തിൽ വയറ് കാണാൻ വരും. എനിക്ക് തോന്നുന്നു ആദ്യമായി ഈ വയറ് കാണൽ ചടങ്ങ് ആരംഭിച്ചത് ആരായിരിക്കണം? കംസനാണ്. ബേബി ഷവർ തുടങ്ങിയത്. അങ്ങനെ കംസൻ കാരാഗ്രഹത്തിലെത്തി. ആ വയറിലേക്ക് ഒരൊറ്റ നോട്ടം നോക്കിയപ്പോഴേ ദേവകീ ദേവിക്ക് ഉറപ്പായി ഈ കുട്ടിയുടെ കാര്യത്തിലും തീരുമാനമായിരുന്നു. കാരണം അങ്ങനത്തെ ഒരു നോട്ടായിരുന്നു ആരുടേത്? ഈ കംസന്റെ. അങ്ങനെ അന്ന് രാത്രി കിടന്നുറങ്ങി. രാവിലെ എണീറ്റപ്പം വയറ് കാലി, കുട്ടിയില്ല. ആ കുട്ടിയും പോയി. ദേവിക്കറിയില്ല എന്താ സംഭവിച്ചതെന്ന്. വീണ്ടും പാവം വസുദേവര് പറഞ്ഞ് 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 ദേവിയോട്, ഭഗവാനാണ്, കൈവിടില്ല, അനുഗ്രഹിക്കും, എല്ലാം നല്ലതിനാണ്, എല്ലാം ദേവിക്ക് ഭാഗ്യമേ ഉണ്ടാക്കുള്ളൂ, ഇതൊക്കെ ദേവി വിട്ടയ്ക്കൂ, ഭഗവാനെ പിടിക്കൂ, മുറുകെ പിടിക്കൂ, ജപിക്കൂ എന്നൊക്കെ പറഞ്ഞ് 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 അങ്ങനെ മനസ്സിനെ വീണ്ടും പാകപ്പെടുത്തി. ആ ഒരു മനസ്സിലേക്ക്, ശരീരത്തിലേക്ക് തൻ്റെ ബീജം പകർന്നു കൊടുക്കുന്നു. അങ്ങനെ 8ാമത്തെ കുട്ടിയായി ഭഗവാൻ ഗർഭത്തിൽ വന്നു.
ആ ഗർഭത്തിൽ ഭഗവാന്റെ ലക്ഷണം അനുഭവപ്പെട്ടതും ദേവകീ ദേവിക്ക് കഴിഞ്ഞതൊന്നും ഓർമ്മ വരില്ല. ഒരു വലിയ ആനന്ദം, സന്തോഷം മനസ്സിലങ്ങനെ തിരതല്ലി എന്നാണ്. വെറുതെ ഇരുന്ന് ചിരിച്ചു പോകത്രേ. അത്ര ഒരു ആനന്ദമായിരുന്നു, ഒരു പരമാനന്ദ സന്തോഷം എന്നൊക്കെ പറഞ്ഞ പോലെ ദേവി എത്ര ഒരു സന്തോഷത്തിൽ അങ്ങനെ ആറാടുകയാണ്. എന്താ മനസ്സിലാവുന്നില്ലേ ദേവിക്ക് തന്നെ? മരിച്ച കുട്ടികളുടെ ഓർമ്മയില്ല, ഒന്നും ഓർമ്മയില്ല, എല്ലാം സന്തോഷം. പതിവ് പോലെ വയറ് കാണാൻ ആര് വരണം? കംസൻ പുറപ്പെട്ടു. അവിടേക്ക് എത്താൻ പറ്റിയില്ല. ആ ദേവിയിലേക്കൊരു നോട്ടം നോക്കുമ്പോഴേക്കും ഒരു നിഴലിതാ തൻ്റെ നേരെ പാഞ്ഞെടുക്കുകയാണ്. കംസൻ അവിടുന്ന് ജീവനും കൊണ്ടോടിയെന്നാണ്. നിൽക്കാൻ പറ്റുന്നില്ല. അതിനുശേഷം ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും എവിടെ നോക്കുമ്പോഴും ഒരു നിഴൽ തൻ്റെ ചുറ്റും അങ്ങനെ തന്നെ പിന്തുടരുന്ന പോലെ. കംസന് ശരിക്കു പറഞ്ഞാൽ ഭയം വന്നു. അറിയാതെയെങ്കിലും കംസന്റെ ഉള്ളിൽ ഹരി 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 ഇങ്ങനെ പറയാ. ഭാഗവത്തിൽ പറയുന്നത് ആസീന സംവിശൻ തിഷ്ടൻ പുഞ്ചാന പരിടൻ മഹിം ചിന്തയാനോ ഹൃഷീകേശം അപശ്യൽ തന്മയം ജഗത്. അങ്ങനെ ദേവിയുടെ വയറ്റിൽ കൃഷ്ണൻ പൂർണ്ണാവതാരം ഗുരുവായൂരപ്പൻ അങ്ങനെ വളർന്നു വരികയാണ്. ഒരു ദിവസം കാരാഗൃഹത്തിൽ ബ്രഹ്മാദി ദേവന്മാര് വന്ന് കൃഷ്ണനെ സ്തുതിക്കുന്ന ഒരു ഗർഭസ്തുതി ഭാഗവതത്തിലുണ്ട്. അപ്പൊ അതിനു മുമ്പ് ഈ 7ാമത്തെ കുട്ടിക്ക് എന്താ സംഭവിച്ചത്? ഭഗവാൻ തൻ്റെ അവതാരത്തിന് മുമ്പായി തൻ്റെ മായാദേവിയെ, അതാണ് കൃഷ്ണന്റെ മുന്നിൽ ദേവി, തൻ്റെ ദേവിയെ വിളിച്ചിട്ട് പറഞ്ഞു, അവതാരത്തിൽ എന്നെ ഒന്ന് സഹായിക്കണം. ഞാൻ ഭൂമിയിൽ അവതരിക്കുന്നതിന് മുമ്പ് ദേവി അവതരിക്കണം. എന്നിട്ട് യശോദാദേവിയുടെ കുട്ടിയായിട്ട് അതിനു മുമ്പ് ദേവി എനിക്കൊരു ഉപകാരം ചെയ്യണം. ദേവകീ ദേവിയിലെ 7ാമത്തെ കുട്ടി എൻ്റെ മൂത്ത സഹോദരനായ ബലരാമനാണ്. ആ ഗർഭത്തെ എടുത്ത് രോഹിണീ ദേവിയിൽ നിക്ഷേപിച്ച് യശോദാദേവിയിൽ പെൺകുഞ്ഞായി വരണം. ഞാൻ വന്നാൽ വസുദേവരനെ അങ്ങോട്ട് ഗോകുലത്തിൽ കൊണ്ടുവരും, ദേവിയെ കാരാഗൃഹത്തിൽ കൊണ്ടുവരും. കംസൻ കാലുപിടിക്കുമ്പോൾ ദേവി അപ്രത്യക്ഷമായിക്കൊള്ളും. ദേവി ഭൂമിയിൽ അവതരിക്കാൻ കാരണം എല്ലാ ഭക്തന്മാർക്കും ദേവിയുടെ ഒരു അനുഗ്രഹം സിദ്ധമാവും. ദേവിക്ക് അനവധി പേരുകൾ കൊടുക്കുകയാണ് ഭഗവാൻ. 2ാം അധ്യായത്തിലേക്ക് നോക്കിയാൽ കാണാം, ഭഗവാൻ ദേവിയെ വിളിച്ചിട്ട് പറയുന്നു, ഗച്ഛദേവി വ്രതം ഭദ്രേ ഗോപഗോപീരലംകൃതം ദേവകീ വസുദേവസ്യ ഭാര്യാസ്തേ നന്ദഗോകുലേ അന്യാം ച കംസ സംവിഘ്ന വിവരേഷു വസന്തിഃ ദേവക്യാ ജഡരേ ഗർഭം ശേഷാഖ്യം ധാമമാഗം തൽ സന്നികൃഷ്യ രോഹിണ്യ ഉദരേ സന്നിവേശയ. ഗച്ഛ ദേവി വ്രജം ഭദ്രേ ഗോപഗോപീരലംകൃതം. ദേവി അവിടുന്ന് പോയി ദേവകീ ദേവിയുടെ ഗർഭത്തെ എടുത്ത് രോഹിണി ദേവിയിൽ വെച്ച് യശോദാദേവിയുടെ പുത്രിയായി വരണം. ഇങ്ങനെ ഭൂമിയിൽ അവതരിക്കുക കാരണം ദേവിക്ക് അനവധി പേരുകൾ വരും. അർച്ചിഷ്യന്തി മനുഷ്യാസ്തം സർവകാമവരേശ്വരിം ധൂപോപഹാരബലിഭീം സർവകാമവരപ്രദം നാമധേയാനി കുർവന്തി സ്ഥാനാനി ച നരാ ഭുവി ദുർഗേതി ഭദ്രകാളീതി വിജയാ വൈഷ്ണവീതി ച കുമുദാ ചണ്ഡികാ കൃഷ്ണാം മാധവീ കന്യകേതി ച മായാ നാരായണീ ചാനി ശാരദേത്യംബികേതി ച. ഇങ്ങനെ ദേവിക്ക് സഹസ്രനാമങ്ങൾ വരും. ദേവി ആരാധിക്കും, അർച്ചിക്കും, പൂജിക്കും. ഗച്ഛ ദേവി വ്രജം ഭദ്രേ, പൊയ്ക്കൊള്ളു ദേവി. അങ്ങനെ ദേവിയെ പറഞ്ഞയച്ച് ഭഗവാൻ ആ ഗർഭത്തിൽ അങ്ങനെ പൂർണ്ണ സ്വരൂപനായ ഭഗവാൻ വളരുമ്പോഴാണ് ബ്രഹ്മാദി ദേവന്മാര് വന്ന് ഭഗവാനെ സ്തുതിക്കുന്നത്. ദേവന്മാര് പറയണു, സത്യവ്രതം സത്യപരം ത്രിസത്യം സത്യസ്യ യോനിം നിഹിതം ച സത്യേ സത്യസ്യ സത്യം ഹൃദസത്യനേത്രം സത്യാത്മകം ത്വാം ശരണം പ്രപന്ന.
ഈ ഒരു ശ്ലോകത്തില് ഭഗവാനെ സ്തുതിക്കുമ്പോൾ ഒരു വാക്കുകളുടെ ഒരു പ്രയോഗം നോക്കും നിങ്ങൾ. ഭഗവാൻ സത്യവ്രതനാണ്, സത്യവ്രതനാണ് ഭഗവാൻ. സത്യവ്രതം എന്ന് തുടങ്ങിയിട്ട് പിന്നെ അങ്ങോട്ട് തുടങ്ങുന്നത് സത്യപരം ത്രിസത്യം. പരം സത്യമാണ്, എന്നും സത്യമാണ്. സത്യസ്യോനിം നിഹിതം ച സത്യേ, എന്നും സത്യത്തിന്റെ സ്വരൂപത്തിൽ നിൽക്കുന്നവൻ. അങ്ങനെ പറഞ്ഞിട്ട് സത്യാത്മകം 8 സത്യങ്ങളെയാണ് ഇവിടെ പറയുന്നത്. അത് നാളെ നമുക്ക് നോക്കാം, സമയം അനുവദനീയല്ല. ഇങ്ങനെ 8 സത്യങ്ങളെയും പ്രകാശിപ്പിക്കുന്ന സത്യാത്മകം ത്വം ശരണം പ്രപന്ന. ആരിൽ ആ കൃഷ്ണനോട് അല്പമെങ്കിലും സത്യസന്ധമായ, നേരത്തെ പറഞ്ഞില്ലേ, അനന്യമായ അർപ്പണമുള്ള അലിവുള്ള ഭക്തിയുണ്ടോ, ഭഗവാൻ പിന്നെ കൈവിടില്ല. ആ ബന്ധം അത്ര ദൃഢമാക്കണം. നമ്മളും ഭഗവാനും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് സമർപ്പണത്തിൻ്റെയും സ്വീകരണത്തിനെയും. സമർപ്പിച്ചോ ഭഗവാൻ സ്വീകരിക്കും. ആ സമർപ്പണവും സ്വീകരണവും ഉണ്ടാവണമെങ്കിൽ ത്വയ്യംബുജക്ഷാഖില സത്വധാംനി സമാധിനാവേശിതചേതസൈകേ ത്വൽപാദപോദേന മഹൽകൃതേന കുർവന്തി കോവത്സപദം ഭവാബ്ദിം. ഭഗവാനെ സമാധി കൊണ്ട് അല്ലെങ്കിൽ സമർപ്പണം കൊണ്ട് അങ്ങയിൽ മനസ്സർപ്പിച്ചാൽ അങ്ങ് ഏത് ഭവാബ്ദിയും തരണം ചെയ്യിക്കില്ലേ? അതിന് ഞങ്ങൾക്ക് ഭാഗ്യം വരണം. അതിനെന്ത് വേണം? അതിനാണ് ഞങ്ങള് ശൃണ്വൻ ഗൃണൻ സംസ്മരൻ ചിന്തയൻ നാമാനി രൂപാണി ച മംഗളാനി തേ ക്രിയാസുയത്തൽ ചരണാരവിന്ദയോ ആവിഷ്ടചേതാന ഭവായ കൽപ്പതേ. കേൾക്കണം, ഭഗവാനെ കുറിച്ച് കേട്ട് 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 ഭഗവാനിലേക്കുള്ള ആ മനസ്സിന്റെ ആ ഒരു അടുപ്പം കൂട്ടി 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 കൊണ്ടുവരണം. എന്ന് മാത്രമല്ല, ഗ്രഹിക്കണം, ഭഗവാനെ തന്നെ മനസ്സുകൊണ്ട് പിടിക്കണം. എന്ന് മാത്രമല്ല, അവസാനം ഭഗവാനിലേക്ക് അങ്ങോട്ട് മനസ്സിനെ സമർപ്പിച്ച് വിട്ടേക്കണം, അലിയിപ്പിച്ച് വിട്ടേക്കണം. നമ്മുടെ ഏറ്റവും വലിയൊരു ജോലി ഇതാണ്, ഭഗവാന്റെ നാമത്തിൽ മനസ്സിനെ, നമ്മളെ തന്നെ അങ്ങോട്ട് അലിയിപ്പിക്കുക. ഇത് സാധിച്ചാൽ ഭഗവാൻ ഒരു പിടുത്തമുണ്ട്. ആ ഒരൊറ്റ പിടുത്തത്തിൽ പിന്നെ നിങ്ങളെ വിടില്ലേ ഭഗവാൻ. മനസ്സിലായില്ലേ? നിങ്ങൾ വിട്ടാൽ ഭഗവാൻ പിടിച്ചു. ഭഗവാൻ ഇപ്പൊ പിടിക്കാത്തതിന്റെ കാരണം എന്താണ്? പലർക്കും ഇങ്ങോട്ട് ഭഗവാൻ എന്നെ ഇങ്ങോട്ട് പിടിച്ചിട്ടില്ല എന്നുള്ളൊരു തോന്നല് കാരണം എന്താണ്? നമ്മള് വിട്ടിട്ടില്ല. പാഞ്ചാലി നോക്കൂ നിങ്ങൾ, ആ വസ്ത്രാക്ഷേപ സമയത്ത് പാഞ്ചാലി വസ്ത്രം മുറുകെ പിടി കൃഷ്ണ എന്നൊക്കെ പറ, ഒരു രക്ഷയില്ല, അനങ്ങിയില്ല. അവസാനം അങ്ങോട്ട് വിട്ടു. ആ കൈ വിട്ടതോട് കൂടിയിട്ട് ഭഗവാൻ കല്യാണ സിൽക്കാണോ അറിയില്ല, ജയലക്ഷ്മി സിൽക്കാണോ അറിയില്ല, എന്തായാലും വരുന്നു. പിന്നെ സാരി വലിക്കാൻ പോയവണ്ട് സാരി ഉടുത്ത പോലെ ദുശാസനെ കണ്ടപ്പോ സുശാസനൻ സാരിയുടെ ഉള്ളില, പാഞ്ചാലി ഉണ്ട് ദുശാസനന്റെ നെഞ്ചത്ത് കയറിയിരിക്കണോ. അത്രയുള്ളൂ. അപ്പൊ ആ ഒരു കരുത്ത് ഉള്ളിൽ വരണം, സമർപ്പണത്തിന്റെ കരുത്ത്. ഇങ്ങനെ ഭഗവാനെ മനുഷ്യ മനസ്സിനെ ഉയർത്താനായി അവതരിച്ച കൃഷ്ണൻ തൻ്റെ ജീവിതം മുഴുവൻ മറ്റുള്ളവരെ കൈപിടിച്ച് ഉയർത്താൻ. മറ്റുള്ളവരെ നോക്കൂ നിങ്ങൾ, ഗുരുവായൂർ അമ്പലത്തിൽ സങ്കടങ്ങൾ കേൾക്കുക, ആഗ്രഹങ്ങൾ കേൾക്കുക, എല്ലാവരെയും അനുഗ്രഹിക്കുന്ന കൃഷ്ണൻ. ഒരു നിമിഷം പോലും തനിക്ക് വേണ്ടി ജീവിതം ഒന്നും നേടാത്ത കൃഷ്ണൻ. ദ്വാരകയാണ് സ്വന്തമുണ്ടാക്കിയത്, അതുപോലും കടലിലേക്ക് പോയി വെറും കൈയോടുകൂടി നടന്നു പോകുന്ന കൃഷ്ണൻ. തൻ്റെ കുലം പോലും അവസാനം വിട്ടുകൊണ്ട്, കൂടെയുള്ള സുഹൃത്തായ ഉദ്ധവരെയും വിട്ടുകൊണ്ട് നടന്നു പോകുന്ന കൃഷ്ണൻ. അവസാനം ഒരു വേടന്റെ അമ്പുകൊണ്ട് ശരീരം ഉപേക്ഷിക്കുമ്പോൾ അപ്പോഴും അനുഗ്രഹിക്കുന്ന കൃഷ്ണൻ. വേടനെ പോലും അനുഗ്രഹിച്ചുകൊണ്ട് പറയുന്ന മാ ഈ ചെറിയത്തും മുത്തിഷ്ട. അങ്ങനെയുള്ളൊരു കൃഷ്ണൻ. ആ കൃഷ്ണന്റെ അവതാരം, ആ കൃഷ്ണന്റെ മഹിമ പറയുന്നു. എത്രയെത്ര അവതാരങ്ങൾ ഭൂമിയിൽ വന്നു. മത്സ്യാസ്വകശ്യപ നൃസിംഹവരാഹംസാം രാജന്യവിപ്രവിബുധേഷു കൃതാവതാരം ത്വം പാസിന ത്രിഭുവനം ചെയ്യദാതുനേശം
ഭാരം ഭുവോഹര യദൂത്തമ വന്ദനം ദേ. ഭാരം ഭുവോഹര യദൂത്തമ വന്ദനം തേ. ഭാരം ഭുവോ ഹര യദൂത്തമ വന്ദനം തേ. മത്സ്യമായി, കശ്യപായി, നരസിംഹമായി പല അവതാരങ്ങൾ വന്നു. പക്ഷേ എല്ലാവരുടെയും ഭാരത്തെ ഹരിക്കുന്ന, എല്ലാവരെയും കൈപിടിച്ചുയർത്തുന്ന അങ്ങനെയുള്ളൊരു അവതാരം അത് കൃഷ്ണാവതാരം തന്നെയാണ്. ഭാരം ഭുവോ ഹര യദൂത്തമ വന്ദനം തേ. അങ്ങനെയുള്ള കൃഷ്ണനെ ഞങ്ങൾ വന്ദിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു.